രാഹുൽ ഈശ്വർ, ഇപ്പോ വരുന്ന വാർത്തകളൊക്കെ താങ്കൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഞാനിപ്പോ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ 1 മണിക്കൂർ മുമ്പ് താങ്കളുടെ ചാനലിൽ താങ്കൾ ഇട്ടൊരു വാർത്തയാണ് ഞാൻ ശ്രദ്ധിച്ചു. അതായത് ഈ ആ, യുവതിയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ ഭർത്താവുമായി ഞാൻ സംസാരിച്ചു എന്നുള്ളതാണ്. ആ, ഈ രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ എന്താണ് താങ്കൾക്ക് ഇപ്പോഴത്തെ ഈ സ്ഥിതിഗതി, അതായത് കേരള പോലീസ് അതിജീവിതയ്ക്ക് മാക്സിമം സംരക്ഷണം നൽകാനായി കേരള പോലീസ് ഇങ്ങനെ വല്ലാത്തൊരു നെട്ടോട്ടത്തിലാണ്, ഊണും ഉറക്കവും ഇല്ലാതെ ഓടുന്ന ഒരു അവസ്ഥ. എവിടെ രാഹുലിനെ കിട്ടിയാലും പൊക്കിയെടുക്കാനുള്ള എല്ലാ വലയും അവർ പിന്നെ എറിഞ്ഞിട്ടുണ്ട്. രാഹുൽ ഒരു തീവ്രവാദിയോ പിടികിട്ടാപ്പുള്ളിയോ ഒക്കെ ആയിട്ടാണ് ഇപ്പോ എല്ലാവരും ചിത്രീകരിക്കുന്നത്. ആ തരത്തിലേക്കാണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു MLA ആണ്. ഇത് കേരളത്തിൽ ഇന്ന് വരെ നടക്കാത്ത സംഭവമല്ല, അല്ലെങ്കിൽ ലോകത്തിൽ ഇന്ന് വരെ നടക്കാത്ത ഒരു സംഭവമല്ല. അപ്പൊ എന്താണ് ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വറിന്? ഇന്നലെയൊക്കെ ഞാൻ താങ്കളുടെ ചാനലുകളിലൊക്കെ ചർച്ച കണ്ടു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ. പക്ഷേ BJPക്ക് വേണ്ടി മത്സരിക്കുന്ന ശ്രീലേഖ മാഡം, IPSകാരിയായ DGP ആയ ശ്രീലേഖ മാഡം രസകരമായ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്രയും കാലം പരാതി നൽകിയില്ല? ഇപ്പൊ എന്തിനാണ് മുഖ്യമന്ത്രി നേരിട്ട് പരാതി നൽകിയത്? ഓർക്കുക, രാഹുലിന്റെ പാർട്ടിയിലെ എതിർ പാർട്ടിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അവര് പറയുന്നത് ഞാനൊരു അമ്മയാണ്, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ വമ്പന്മാരിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാനാണോ ഇത് യഥാർത്ഥത്തിൽ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ഇതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ ധന്യാജി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ കഴിയുക? ഓൾറെഡി വിവാഹിതയായ, ഡിവോഴ്സ്ഡ് അല്ലാത്ത ആ പെൺകുട്ടിയെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കല്യാണം കഴിക്കാൻ പറ്റുക? അപ്പോൾ ഇനിയും പുതിയ കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണ്. ഇപ്പം കള്ളക്കഥകൾ എന്ന് പറഞ്ഞാൽ നഗ്നചിത്രങ്ങൾ ചിത്രീകരിച്ചു പാലക്കാട്ട് എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ്. അങ്ങനെ നഗ്നചിത്രങ്ങൾ ചിത്രീകരിച്ച പാലക്കാടെത്തി പീഡിപ്പിച്ച ഒരു വ്യക്തിയോടാണോ കുഞ്ഞ് വേണമെന്ന് അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നത്? എന്നിട്ട് ആ വ്യക്തിയുടെ കുഞ്ഞാണോ ഈ പെൺകുട്ടിക്ക് വേണമായിരുന്നത്? പറയുന്ന കള്ളങ്ങൾക്ക് എന്തെങ്കിലും മാന്യതയും മര്യാദയും വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ നഗ്നചിത്രം പകർത്തി 3 പീഡിപ്പിച്ചു. അങ്ങനെയുള്ള ഒരാളുടെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാണോ ഈ പെൺകുട്ടി നിർബന്ധം പിടിച്ചത്? ഉളുപ്പില്ലായ്മയുടെ ഒരു പരിധിയുണ്ടല്ലോ. ഉളുപ്പില്ലായ്മയ്ക്ക് ഒരു പരിധിയില്ലേ? അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ല. ഇത് രാഹുലിനെ കൊടുക്കാൻ സഖാവ് പിണറായി വിജയനും ഇലക്ഷന് വിഷയം സെറ്റ് ചെയ്യാൻ CPM അടക്കം ശ്രമിക്കുന്നതാണ്. കേരള ജനത മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിച്ചതുപോലെ ഇപ്പോഴും അതിശക്തമായി പ്രതിരോധിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇപ്പൊ ഈ പറയുന്ന ഇരയുടെ ഭർത്താവുമായി സംസാരിച്ചു എന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട്. ആ കാര്യം കൂടി ഒന്ന് പറയാവോ? ഇരയുടെ ഭർത്താവ്, ഇരയുടെ അല്ല, പരാതിക്കാരി. ഇര എന്ന് വിളിക്കുന്നത് നമ്മുടെ ആൾക്കാരുടെ ആലങ്കാരികതയാണ്. അതിനെ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്താണ് നമ്മുടെ ഇത് പറയുന്നത്, അതിജീവിത എന്ന് പറയുന്നത്. പരാതിക്കാരിയുടെ ഭർത്താവിനോട് സംസാരിച്ചു. പുള്ളി വളരെ മാന്യനായ, വളരെ ബഹുമാനം തോന്നുന്ന, നമുക്ക് വിഷമം തോന്നുന്ന ഒരു വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ ഇര ആ ഭർത്താവാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ ഇര ആ മാന്യനായ യുവാവാണ്. അപ്പോൾ ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഇര എന്ന വസ്തുത നമ്മൾ മറക്കരുത്. ഈ പെൺകുട്ടി 1 വർഷത്തിനുള്ളിൽ 2 പേരുടെ ജീവിതമാണ് നശിപ്പിച്ചത്. ആ പയ്യന്റെയും അല്ലെങ്കിൽ ആ പുരുഷന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും. അപ്പോൾ നിലനിൽക്കാത്ത വകുപ്പുകളാണ് ഇപ്പം ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും നിലനിൽക്കാൻ പോണില്ല. നമുക്ക് അതിശക്തമായി അത് കോടതിയിൽ കാണാം. കോടതിയിൽ അതിന്റെ രേഖകളും മറ്റും വരുമ്പോൾ നമുക്ക് തീർച്ചയായും കാണാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിതൊരു വിഷയം ചോദിക്കട്ടെ. ഇപ്പൊ ഇന്ന് പോലീസ് DGP അടക്കം പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയകളെല്ലാം കൃത്യമായി പരിശോധിക്കണം. ഇരയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന പരാതിക്കാരിക്കെതിരെ എന്തെങ്കിലും മോശമായ കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ പരാതിക്കാരിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടായാൽ അവർക്കെതിരെ ഒക്കെ പരാതി എടുക്കണം അല്ലെങ്കിൽ കേസ് എടുക്കണം എന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അല്ല, അങ്ങനെ DGP പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഇപ്പം 11:39 അല്ലേ? ഞാൻ ഏകദേശം 20 മിനിറ്റ് ഒരു വീഡിയോ ഇടുന്നുണ്ട്. ആ അതിജീവിതയെ ആക്രമിച്ചുകൊണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പേരിൽ ഇപ്പോ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് ദീപ ജോസഫ്, ഫിറോസ് അലി മുഹമ്മദ്, ലക്ഷ്മി പത്മ 3 പേർക്കെതിരെ എങ്ങാണ്ട് കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരങ്ങൾ പുറത്തു വരുന്നു. എനിക്കറിയില്ല. രാഹുൽ ഈശ്വർ എന്തായാലും അതിജീവിതയുടെ നിലപാട് തെറ്റാന്ന് പറഞ്ഞ് 20 മിനിറ്റിനകം വീണ്ടും വീഡിയോ ഇടുന്നുണ്ട്. എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ കേരളത്തിൽ ഒരുപാട് ഇപ്പൊ ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ 100% ആഗ്രഹിക്കുന്നത്. തെറ്റ് ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടും. അതിജീവിതയുടെ ഭർത്താവിനും കൂടെ നീതി കിട്ടണ്ടേ? അതും കൂടെ തന്നെ ആഗ്രഹിക്കണം. തീർച്ചയായിട്ടും വേണം. അതിജീവിതയ്ക്കും ഈ പരാതിക്കാരിക്ക് നീതി വേണം. പരാതിക്കാരിക്ക് അങ്ങനെ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അയാൾക്ക് നീതി വേണം. രാഹുൽ മാങ്കൂട്ടത്തിന് നീതി വേണം. കാരണം ഒരു സ്ത്രീയും പുരുഷനും അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യം പിന്നീട് അത് മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടരുത് എന്നുള്ളത് തന്നെയാണ്. പരാതി ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയാം. അവിടെയാണ് ഇനി ഇത് കേൾക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഹുൽ ഈശ്വര എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് എനിക്ക് പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒരിക്കലും ഒരു അസഭ്യവും ആഭാസവും മോശം വാക്കുകളും നിങ്ങൾ എഴുതരുത്.
ഒരു കാരണവശാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ, അത് പോലീസുകാരെ പേടിച്ചൊന്നുമല്ല, അത് നമ്മുടെ ധാർമ്മികതയ്ക്കെതിരാണ്, നീതിബോധത്തിനെതിരാണ്, നിയമത്തിനെതിരാണ്. രണ്ട്, ഒരു കാരണവശാലും ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിവാക്കരുത്. ഈ പെൺകുട്ടി ആരാണ്, ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ വെളിവാക്കരുത്. നമ്മളത് നിയമത്തെ ബഹുമാനിച്ച് ചെയ്യുന്നതാണ്, പോലീസിനെ പേടിച്ച് ചെയ്യുന്നതല്ല. ആ നീതിബോധത്തിൽ നിന്നുകൊണ്ട് തന്നെ പെൺകുട്ടി മാരീഡ് ആണ് എന്നുള്ള വാദഗതി ശക്തമായിട്ട് ഉയർത്തണം. പെൺകുട്ടി മാരീഡ് ആണ് എന്നുള്ള വാദഗതി ശക്തമായിട്ട് ഉയർത്തണം. അതുമായി മുമ്പോട്ട് പോവുകയും വേണം. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇപ്പൊ വലിയ 15 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ അടക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചാർത്തിയിരിക്കുന്നതെന്നാണ് എന്റെ ലാസ്റ്റ് അപ്ഡേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു. MLA ഓഫീസിൽ ഇന്നലെ റീത്തൊക്കെ കൊണ്ട് ഇതൊക്കെ രാഹുൽ ഈശ്വർ കണ്ടു കാണും. അതിനിടയ്ക്കാണ് രാഹുൽ ഈശ്വറിന്റെ ചാനലിലെയൊക്കെ സംസാരങ്ങളൊക്കെ ഞാൻ കേട്ടത്. അപ്പൊ പൊതുവെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ കേരളം മുഴുവൻ ഇങ്ങനെ കിടന്ന് ആക്രമിക്കുമ്പോൾ ഈ രാഹുൽ ഈശ്വർ എന്തുകൊണ്ട് വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു ചോദ്യം പലരും, ഇപ്പൊ ഞാൻ രാഹുൽ ഈശ്വറിനെ വിളിച്ച് ബൈറ്റ് എടുക്കുമ്പോൾ പലരും പേഴ്സണലി എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം അവരോട് പറഞ്ഞാൽ മതി, ഒറ്റ കാര്യം മാഡം പറഞ്ഞാൽ മതി. ശബരിമല സുപ്രീം കോടതി വിധിന്യായം വന്നപ്പോ എല്ലാ പാർട്ടികളും എതിർപക്ഷത്ത് നിന്നപ്പോ, യുവതികളെ കയറ്റാൻ മുഖ്യമന്ത്രിയും 10,000 പോലീസും നിന്നപ്പോ, മറുഭാഗത്ത് ഞാനടക്കം വിരലെണ്ണാവുന്ന ഭക്തരെ ഉള്ളായിരുന്നു. ഞങ്ങൾ ജയിച്ചു. ശശി തരൂർ ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞ് എന്റെ തന്നെ നോർത്ത് ഇന്ത്യൻ മീഡിയയിലെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ ക്യാമ്പയിൻ ചെയ്തപ്പോ അങ്ങനെ അല്ല എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ജയിച്ചു. മകരവിളക്ക് മകരജ്യോതി എന്ന് പറയുന്ന ഏറ്റവും സെൻസിറ്റീവായ വിഷയം, അത് രണ്ടും രണ്ടാണെന്നും മലയേറിയന്മാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞപ്പം വിശ്വാസികളായ പലരും പോലും എന്നെ ആക്രമിച്ചു. പക്ഷെ ആ വിഷയത്തിൽ ഞാൻ ജയിച്ചു. ദിലീപിന്റെ വിഷയത്തിൽ ഈ ഡിസംബർ 8 ജയിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലും ജയിക്കും. അത് രാഹുൽ ഈശ്വറിന്റെ ഒരു മെച്ചവും കൊണ്ടല്ല. രാഹുൽ ഈശ്വർ സത്യം മാത്രമേ പറയുള്ളൂ. ഞാനൊരു ഗാന്ധിയനാണ്, മഹാത്മാഗാന്ധിയെ കയ്യിൽ പച്ചകുത്തിയവനാണ്. ഞാൻ സത്യം മാത്രമേ പറയൂ എന്നുകൊണ്ടാണ് ഞാൻ ജയിക്കുന്നത്. അത് എന്റെ കഴിവോ എടുക്കോ അല്ല, ഞാൻ പറയുന്ന സത്യത്തിന്റെ ശക്തിയാണ്. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ പരാതിക്കാരിയുടെ ഭർത്താവിന്റെ നിലപാട് എന്താണ്? അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഈ നമ്മൾ ഇരയുടെ ഡ്രോമ മാത്രം കണ്ടാൽ പോരല്ലോ, ഒരു ഇരയുടെ ഡ്രോമ മാത്രം കണ്ടാൽ പോരാ, ഇപ്പുറത്ത് നിൽക്കുന്ന ആളിന്റെ കൂടെ ഡ്രോമ നമ്മൾ കാണാം. എന്താണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എന്താണ്? അദ്ദേഹം വളരെ ബഹുമാന്യനായി എനിക്ക് തോന്നി, വളരെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന, വളരെ പക്വമായി സംസാരിക്കുന്നു. അദ്ദേഹത്തെ കുറച്ച് പേര് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിനോട് പലരോടും സംസാരിക്കാൻ ഒരു ക്രെഡിബിലിറ്റി ഇല്ല. ഞാൻ ഇന്ന് പോവുമായിരുന്നു അദ്ദേഹത്തെ കാണാൻ, പക്ഷെ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. എന്റെ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഇല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ പാലക്കാട് പോവായിരുന്നു. പക്ഷേ കുടുംബവും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ട് എനിക്ക് മാറി നിൽക്കാൻ പറ്റുന്നില്ല എന്നുകൊണ്ടാണ് പോവാത്തത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ, കൺസെന്റ് അദ്ദേഹം എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ആ കാര്യം ലോകത്തോട് പറയും. അവരുടെ കല്യാണ ഫോട്ടോടൊക്കെ എന്റെ ഇരിപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഇടാൻ പറ്റാത്തതെന്ന് അറിയാമോ? അദ്ദേഹം എനിക്ക് കൺസെന്റ് തന്നില്ല. അതുകൊണ്ടാണ്. അത് നാട്ടുകാർ സ്ത്രീക്ക് മാത്രമേ കൊടുക്കൂ, പക്ഷെ നമ്മൾ പുരുഷന്മാർക്കും കൊടുക്കും. ആ മാന്യ സുഹൃത്തിന് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെന്ന് അദ്ദേഹം എന്നെ അറിയിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് പറയാനുള്ളത് അതേപോലെ കൊടുക്കുകയും ചെയ്യും. രാഹുൽ ഈശ്വർ, ഈ ദിവസം താങ്കൾ ഏറ്റവും സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ച് ഞാനിത് അവസാനിപ്പിക്കാം. ഈ ഇട്ടിരിക്കുന്ന വകുപ്പുകളൊക്കെ ചുമത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്നെ ജയിലിലേക്ക് അടയ്ക്കാൻ പിണറായി പോലീസിന് കഴിയുമോ? ഒന്നും അല്ല. ഇത് കോടതിയിൽ ഇതിൽ സ്റ്റിക്ക് ചെയ്യാൻ പോണ ഏക വകുപ്പ് ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തി എന്നുള്ളതാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന വകുപ്പ് നിൽക്കില്ല. കാര്യം ഈ പെൺകുട്ടി ഓൾറെഡി മാരീഡ് ആണ്. അങ്ങനെ വകുപ്പ് ഇത് നിൽക്കില്ല എന്ന് കേരള ഹൈക്കോടതിയുടെയും പഞ്ചാബ് ഹൈക്കോടതിയുടെയും വിധിയുണ്ട്. അതുകൊണ്ട് ഓൾറെഡി മാരീഡ് ആയതുകൊണ്ട് ആ വകുപ്പ് നിൽക്കില്ല. ഇനി ബാക്കി ഈ പെൺകുട്ടി നഗ്നചിത്രങ്ങൾ എടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ചുമ്മാ പറയണം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ നഗ്നചിത്രം എടുത്ത ഒരാളുടെ കുട്ടിയെ വേണമെന്ന് പറഞ്ഞാണോ ഈ കുട്ടി നിർബന്ധം പിടിച്ചത്? പീഡിപ്പിച്ച ഒരാളുടെ കുട്ടിയെ വേണമെന്ന് പറഞ്ഞാണോ നിർബന്ധം പിടിച്ചത്? അതൊക്കെ ചുമ്മാ കള്ളം പറയുക. അത് ഈ കേസിന്റെ എരിവും പുളിയും കൂട്ടാൻ വേണ്ടി കള്ളം പറയാം. അതിനപ്പുറം പ്രസക്തിയൊന്നും അതിനില്ല. അപ്പോൾ അതിശക്തമായ രീതിയിൽ കേരള സമൂഹം പ്രതികരിക്കണം. ഒരു കാര്യം കൂടെ, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു സൗഹൃദവും ഇല്ല. ആൾക്കാർ പലപ്പോഴും വിചാരിക്കും ഞങ്ങൾ വലിയ കമ്പനിയാണെന്ന്. ഞാനും രാഹുലും എപ്പോഴും അടിയാണ്. ഇനി ഒരു കാര്യം കൂടെ ധന്യാജിയോട് കൗതുകം പറയാം. ധന്യാജി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഷയം പറയാം. മെൻസ് കമ്മീഷൻ, ഒരു പുരുഷ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചില്ലേ, അതിനെ എതിർത്ത് തോപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇത് വേറെ ആരുമല്ല, രാഹുൽ എന്നാണ് എന്നോട് പറഞ്ഞത്. ഈ ബില്ല് വരികയാണെങ്കിൽ അതിനെ എതിർത്ത് വോട്ട് ചെയ്യുമെന്ന് ശ്രീ VD സതീശനോടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ടാണ് ആ ബില്ല് വരാത്തത്. എനിക്ക് ആശയപരമായി എതിർചേരിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷെ നമ്മൾ ചില മാന്യതയും മര്യാദയും ഒക്കെ കാണിക്കണ്ടേ? നാളെ ഇത് ആർക്കെതിരെ വരൂലേ? നാളെ രാഹുൽ ഈശ്വറിനെതിരെ വരൂലേ? ഒരു രാഹുൽ ഗാന്ധിക്കെതിരെ വരൂലേ? അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ വരൂലേ? ഏത് പുരുഷനെതിരെയും ഇങ്ങനെ വ്യാജ ആരോപണങ്ങൾ കൊണ്ടുവന്ന് അവനെ തകർക്കാം എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റണം. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയല്ല, ഉമ്മൻചാണ്ടി സാറിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്കിലും നമ്മൾ ഡിഫെൻഡ് ചെയ്യണം. വളരെ നന്ദി രാഹുൽ ഈശ്വർ. താങ്ക് യു.